ഒരു സീസൺ കൂടുമ്പോഴാണ് ഇവിടെ ഇത് വന്ന് നടക്കുന്നത്. അപ്പോൾ ഒരു സീസണിന് ശേഷം വീണ്ടും നമുക്ക് അങ്ങാടികൾ കടന്നു വരാൻ കഴിയും. സൈക്കിൾ നഷ്ടപ്പെട്ടു. ഇതേക്കാണ് പാട്. ഒരു ചെറിയ ബൈക്ക് ഇടിച്ചാണ് കൊയിലാണ്ടി വെച്ചാണ് ഇടിച്ചിട്ട് ആളെ നിർത്താതെ പോയി. അത് റാലി സൈക്കിളാണ്. അപ്പോൾ ആ സൈക്കിളിന് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിയില്ല. കാരണം ഓൾഡ് സൈക്കിളാണ് വില്ലേജാണ്. അപ്പോൾ സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് അതില്ലാതെയുള്ള പരിപാടി ഞാൻ നിങ്ങളിലാവും. പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ട്, കാണാത്ത പരിപാടിയാണ്. എന്നാലും പഠിച്ച തൊഴിൽ നിങ്ങളുടെ ഒപ്പം അവതരിപ്പിക്കാതെ വലിയ ജീവിതമാർഗം നടക്കും. ഇതൊരു 15 വയസ്സ് മുതൽ എല്ലാവരും വിദ്യാഭ്യാസം കിട്ടുന്ന സമയത്ത് അതിൽ നല്ല ഭക്ഷണം കിട്ടുന്ന സമയത്ത് ഈ രംഗത്തേക്ക് എത്തിക്കുന്ന ഒരാളാണ്. ഇവിടെ പഠിച്ച തൊഴിലാണ് ഞാൻ തിളപ്പിച്ചെടുക്കും. ഇതാണ് ശിരസ് വരുന്നതാണ്, സ്ത്രീകളെ സഹായിക്കാനാണ്, ഒപ്പം നിന്ന് ഇടയ്ക്കും കഴിക്കും. ഇതെല്ലാം ഒരു 20-25 മിനിറ്റ് വരുന്ന ചെറിയ പരിപാടി. അപ്പോൾ എൻ്റെ ഈ പരിപാടികൾ നിങ്ങൾ വീക്ഷിക്കണം. എനിക്ക് ലക്ഷങ്ങളോ കോടികളോ ഇതിനകത്തുനിന്ന് കിട്ടാനല്ല. ഇതൊരു 15 വയസ്സ് മുതൽ ഇങ്ങനെ രംഗത്ത് വന്നു കേരളം മുഴുവൻ സഞ്ചരിച്ചു വരുന്ന ഒരാളാണ്. എൻ്റെ സ്ഥലം കോട്ടയം ജില്ലയിൽ. ഇത്രയുമുള്ളവരെ തലയോലപ്പറമ്പ് എന്ന് പറയും. അതായത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാടാണ്. ഞാനിപ്പോൾ രാമനാട്ടിലേക്ക് എടുത്താണ് ഹൈദരാബാദ് ഇപ്പോൾ താമസം. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഇത് ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളെ കുറിച്ച് സഞ്ചരിച്ചത്. ഇതെവിടെയും വരും. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ ചെറിയ പരിപാടി കാഴ്ചവെക്കാം. ഇത് അത്രയും എല്ലാവരും ഇത് ഒറിജിനൽ മണ്ണെണ്ണ. നമ്മൾ റേഷൻ പിടിയിൽ നിന്ന് കിട്ടുമ്പോൾ ഇതിന് നീല നിറമാണ്. പക്ഷേ റേഷൻ പിടിയിൽ ഇപ്പോൾ മണ്ണെണ്ണ ഇല്ല. അപ്പോൾ ഞാൻ പ്രൈവറ്റായിട്ട് മണ്ണെണ്ണ വാങ്ങും. ഇതാണ് ഒറിജിനൽ മണ്ണെണ്ണയുടെ നിറം. ഇത് റേഷൻ പിടിയിൽ വരുമ്പോഴാണ് നീല നിറം. ഈ മണ്ണെണ്ണയാണ് എൻ്റെ പരിപാടിക്ക് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ പരിപാടി എന്താ ചെയ്യണ്ടേ? തീയെടുക്കോ? മണ്ണെണ്ണ ഇത് ഒറിജിനൽ മണ്ണെണ്ണയാണ്. അല്ലാതെ ഒരു മണ്ണെണ്ണയുടെ ഒറിജിനൽ നമുക്ക് മണ്ണെണ്ണ വരുന്നതിനകത്ത് ഇതാണ്. അതിനുശേഷമാണ് റേഷൻ കട വെക്കുക. അത് നേരെയായിട്ട് മാറും. ഇത് ഈ മണ്ണെണ്ണ എൻ്റെ ശരീരത്തിൽ മൊത്തം തേച്ചു. ഇതപ്പം ഈ ഇരിക്കുന്ന 2 മണ്ണെണ്ണ നമ്മുടെ ശരീരത്തിൽ കൂടി ഒഴിച്ചു നിൽക്കുക. അപ്പോൾ ഇതൊരു മാജിക്കോ അല്ലെങ്കിൽ കൺകെട്ടോ മെസ്മറിസോ ഹിപ്നോട്ടിസോ ഒന്നുമല്ല. 100% സാഹസികതയാണ് പരിപാടി. ഇത് ചെയ്യുമ്പോൾ എൻ്റെ ശരീരം പൊള്ളല് മുറിവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ സർക്കസിലുള്ളതാണ്. മുറിയോ പൊള്ളുകയോ ചെയ്യാതെ ഇതിനകത്തേക്ക് ഒരു ഇത് സഹിക്കാനുള്ള കഴിവ് എന്നെ കൊണ്ടൊന്നുമില്ല. എന്നാൽ ഈ പദങ്ങൾ നമ്മൾ എങ്ങനെ ഇപ്രകാരം പ്രിയപ്പെട്ട എല്ലാവരും 20 മിനിറ്റ് സമയത്ത് ഇതാ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്, ക്ഷണിച്ചുകൊള്ളുകയാണ്. ഇതാ ഞാൻ ആ പരിപാടി നിങ്ങളുടെ ഗ്രാമം ഇതാണ്. ഞാൻ ഐറ്റംസ് പറയാം. ഇതാവും മ്യൂസിക് വെച്ച് സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ചെയ്തു വന്ന ഒരു കാലഘട്ടമാണ് ഞാൻ കഴിച്ചത്. ഒരു തലമുറ മാറി പുതിയൊരു ജനറേഷനായി ഇതെല്ലാം നിന്നുപോയി. ഇനി ഞാനും കൂടി തട്ടിപ്പോയാൽ ഇനി ആരും ഇങ്ങനെ വരിക. ഇത് ലാസ്റ്റ് ആളാണ് ഞാൻ. കാരണം ഇങ്ങനെ ഒരു കാലത്തുണ്ടായിരുന്ന ഇങ്ങനെയുള്ള ആളുകൾ അതിനകത്ത് അവശേഷിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇതാ പരിപാടി നിങ്ങളുടെ ഒരു കാഴ്ച.
ഇതാ തീപ്പെട്ടികളുടെ ചൂട് സഹിക്കാനുള്ള കഴിവ് നമ്മളെ കൊണ്ട്. എന്നാൽ ഇതേപോലെ കത്തുന്ന പന്തങ്ങൾ എങ്ങനെ ശരീരത്തെ കൂടി ഓടിച്ചു നിൽക്കുന്നു നമ്മൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ പരിപാടി ഇത് ഈ പരിപാടി ചെയ്യും. അപ്പോൾ ആ സൈക്കിള് ആക്സിഡന്റ് ആവുന്നത് എനിക്ക് കൊയിലാണ്ടി വെച്ചിട്ടാണ് നിർത്താതെ പോയി. അപ്പൊ അങ്ങനെ എന്റെ സൈക്കിള് നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ കൂടി പരിപാടി നിങ്ങളുടെ ഒപ്പിൽ അവതരിപ്പിക്കുന്നത്. ലക്ഷങ്ങളോ കോടികളോ ഇതിനകത്ത് കിട്ടാനല്ല ജീവിച്ചു വരുന്നതാണ് കേരളത്തിന്റെ പരിപാടി
നേരെ അവിടെ കിട്ടീനെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചൂടാക്കി. ഇത് ഈ വെള്ളം നമുക്ക് ചൂടാകുന്നതിനനുസരിച്ച് ഇതിന്റെ ഹീറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് പോകണം. ഞാൻ ഇത് വർഷങ്ങളായിട്ട് ചെയ്തതിൽ സ്ഥിരമായി, അതുകൊണ്ടാണ് ചെയ്യാൻ കഴിയുന്നത്. ഞാൻ ചെയ്യുന്ന വർഷത്തിന്റെ പ്രാവശ്യം ഞങ്ങളവരെങ്ങനെ കണ്ടു. ഈ ഒരു വർഷത്തിന്റെ പ്രാവശ്യം ഇതാ നമ്മുടെ ഈ അങ്ങാടി കടക്കുന്നത്, ഇതാ നമ്മുടെ ഈ അങ്ങാടിയിൽ അത് താഴെ ഇങ്ങനെ ഒരു ഉല്ലാസങ്ങൾ ഓരോ ദിവസവും ഒരു വർഷത്തിന്റെ പ്രാവശ്യം ഇങ്ങനെ കടന്നു നിന്നാണ് നമ്മുടെ സൈക്ലോക്യാസം പരിപാടി ആളുകളെ എന്റെ പരിപാടി കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ ആ സൈക്കിള് കൊയിലാണ്ടി വെച്ച് അപകടം കുറച്ച് ആളുകൾ അപ്പോൾ സൈക്കിൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പരിപാടി ചൂടൊക്കെ ആവശ്യം. ഇതാ ഈ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഈ ചൂടാകുന്ന വെള്ളത്തിലേക്ക് നമ്മൾ സ്ഥലം കോട്ടയം ജില്ലയാണ്. ഞാനിപ്പോൾ രാമനാട്ടിലേക്ക് എടുത്താണ് താമസം. ഇതിലേക്ക് വെള്ളം ചൂടായി തിളയ്ക്കാനായിട്ട് തുടങ്ങി. തിളയ്ക്കുന്ന വെള്ളത്തിൽ പൊടി ഇട്ട് വെച്ചാൽ